അല്ലടോ ഈ ഇവിടെ വന്ന് ഒത്തിരിക്കുക. അതെ ഇവിടെ ഇരിക്കുന്നു. അതെ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കളിക്കാൻ വരാന്ന് എന്താ പറയാ, കളിക്കാൻ വരാന്ന് അറിഞ്ഞില്ലേനോ? നിങ്ങൾ തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല, ഞങ്ങൾ വന്നേക്കാം. ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇത് രാവിലെ എന്നും പറയും വൈകുന്നേരം വന്നിട്ട് കോച്ചെ ഞാൻ അങ്ങോട്ട് കളിക്കാൻ വരാന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഒത്തിരിക്കുക. രാവിലെ തടി ഇറങ്ങാൻ മേല, അതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത്. തടി അനങ്ങാൻ മേലാന്ന് അറിഞ്ഞിട്ട് അവസാനം വയറ് തമ്പുരു സഞ്ചി ഇട്ടായിരിക്കും. ഹലോ ഹലോ, നമസ്കാരം. 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 സിനിമയിലൊക്കെ ഇല്ലല്ലേ? കുറച്ച് സിനിമയിലൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? മിമിക്രി പരിപാടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. കാണുന്നുണ്ടല്ലേ? സന്തോഷം. അല്ല ഇപ്പൊ പരിപാടി നിർത്തിക്കൂടെ? അങ്ങനെയല്ല, നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പരിപാടി നന്നാൻ വേണ്ടല്ല. ഞാൻ ജീവിക്കണ്ടേ? അപ്പൊ ജീവിക്കണമെങ്കിൽ ഇപ്പൊ കേരളത്തിൽ മാത്രം അറിയപ്പെട്ടാൽ മതിയോ? അല്ല വേണ്ടേ, കേരളത്തിലെ ജനങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയോ? ഇപ്പൊ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഫുട്ബോളിലേക്ക് വരൂ. ഫുട്ബോളിൽ വന്നാൽ ഒരു നാഷണൽ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേൾഡ് ഫേമസാ. മനസ്സിലായോ? ആണോ? ആ അല്ല, ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഫുട്ബോൾ കൊണ്ട് നടക്കുന്നുണ്ട്, അതുപോലെ. അല്ല, ആ ബോൾ മാറ്റാനാണ് ഇടയ്ക്ക് കളിക്കളത്തിലേക്ക് വന്നാൽ അങ്ങോട്ട് കുറഞ്ഞു കിട്ടൂലേ? അപ്പൊ എന്നെ വേൾഡ് മൊത്തം അറിയപ്പെടുക. നിങ്ങളെ പേരെന്താ? എന്റെ പേര് ഉല്ലാസ് പന്തളം. ഉല്ലാസ് പന്തളം അല്ലേ? അതെ. നിങ്ങളിപ്പോ വേൾഡ് കപ്പിന് അവിടേക്ക് ആ ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉല്ലാസ് പന്ത് കളിന്നാവും. ആണോ? അപ്പൊ അതാ നല്ലല്ലേ? അതാ നല്ലത്. ഓക്കെ. പക്ഷെ എനിക്ക് അറിയില്ലല്ലോ കളി. ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? ഞാൻ പിന്നെ വെറുതെ നടക്കാം, കോയിനെ പിടിക്കാൻ നടക്കാം. ഞാൻ കോച്ചല്ലേ? കോച്ചാണല്ലേ? അപ്പൊ ഓക്കെ. 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 നമസ്കാരം. നമസ്കാരം. സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. സന്തോഷം. ഈ പറഞ്ഞാൽ നിർത്താനുള്ള പരിപാടി ഉണ്ടോ? ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോ എനിക്ക് ഒരു സന്തോഷമുണ്ട്, അങ്ങോട്ട് വന്നാൽ കൊള്ളാന്നുള്ളൊരു. അതല്ലേ? പേരെന്തായിരുന്നു? എന്റെ പേര് നെൽസൺ സൂര്യനാട്. നെൽസൺ സൂര്യനാട്. ഇതിന്റെ പ്രത്യേകത ഫുട്ബോളിൽ വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ നെൽസൺ സൂര്യനാട് എന്നല്ല പറയണേ, ഫുട്ബോളിൽ വന്നാൽ നേരെ ഷോട്ടാ നെൽസു, മെസ്സി എന്നൊക്കെ പറയണ നെൽസു. ഇപ്പൊ ഒരു കമന്ററി പറയാ നെൽസോ, അത് ഫുൾ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടൂല. അപ്പൊ അതാണ് ഫുട്ബോളിലേക്ക് വരാൻ പറഞ്ഞത്. കേരളം എന്ന ഇഷ്ടാവട്ടത്തെ കണ്ടത് അത് വേണ്ട, അത് വേണ്ട. നമ്മൾ ഓക്കെയാണ്. ഓക്കെ അല്ലേ? നമ്മൾ അടിച്ചു പൊളി. ദീപാവലി മുട്ടായി. നമസ്കാരം. നമസ്കാരം. കണ്ടിട്ടുണ്ട് കൊറേ. താങ്ക് യു. എന്നെ വേൾഡ് കപ്പിൽ കൊണ്ടൊരു കാര്യമില്ല. എന്താ വെച്ചാൽ ഇപ്പൊ നെൽസു ഇവരൊക്കെ പേര് ഷോർട്ട് പറയണേ. എന്റെ പേരെന്താ? അശ്വതി. എന്റെ അസു എന്ന് പറയേണ്ടി വരും. അത് വേണ്ട, അതൊരു സുഖം കിട്ടും. ഇത്ര പോകുന്ന അസു എന്ന് പറയുമ്പോ ഒരു കുറച്ചില്ല. തൽക്കാലം ഇവിടെ വെച്ച് ഞാൻ എനിക്ക് വാമപ്പുണ്ട്. ഇപ്പൊ വരെ. ഓ ചെല്ല. അന്ന് ചണ്ടി വലിച്ചേരണേ, എന്റെ തലയിലേക്കാ വേസ്റ്റ് വലിച്ചേരണേ. ഞാൻ ത്രോ എറിഞ്ഞതിന് ആ ത്രോ എന്റെ തലയിൽ എറിയന്. ഇതെന്താ ബ്രസീലിലെ പൂച്ച അല്ല പുലി. അല്ല, എന്താ പരിപാടി? ഇതാണ് പരിപാടി അല്ലേ? രാവിലെ തന്നെ വലിയൊരു കവറായിട്ട് വരും, അതിന്റെ അടിയിൽ ചണ്ടി, അതിന്റെ മോള് ഫുട്ബോളും. ഇങ്ങനെ ആള് കണ്ടായിരിക്കല്ലോ ഫുട്ബോൾ കോച്ചാൻ പോകാന്ന്. എന്തൊരു പരിപാടി അവിടെ? ഞാൻ മൂത്രവയ്ക്കേനി. അത് ശരി. അവിടെ പൊതുസ്ഥലങ്ങളിൽ മൂത്രവയ്ക്കായിരുന്നു ബോർഡ് വെച്ച് കണ്ടി അവിടെ മൂത്രം വയ്ക്കുക. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് പൊതു സ്ഥലത്ത് ചണ്ടിടാ. ഇത് രണ്ടും തകരാറ്. അനക്കെന്താണ് വീട്ടിൽ പോയിട്ട് മൂത്രം വെച്ചൂടെ? എനിക്ക് മറ്റേ മൂത്രത്തിൽ പഞ്ചസാരന്റെ തകരാറുണ്ട്, അതുകൊണ്ട് 50 പ്രാവശ്യം വയ്ക്കണം ഒരു ദിവസം. അതുകൊണ്ട് എന്താ വീട്ടിൽ വെച്ചൂടെ? വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുക, അതിങ്ങനെ ഫ്ലഷ് അടിച്ച് ടാങ്കിൽ വെള്ളം തീർക്കാൻ. പിന്നെ വെള്ളം ഒഴിക്കണ്ടല്ലോ, ആട്ട് പോയിക്കോളൂ. പിന്നെ അതല്ല, ഇവിടെ തന്നെ ദിവസം മൂത്രവയ്ക്കല്. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് എത്ര കൊല്ലായി മൂത്രവയ്ക്കണേ. പഞ്ചാരേനെ സൂക്കോണ്ടു അല്ലേ? ഒരു JCB ഒന്നും മാന്തിയൊക്കെ ഒരു 4-5 ചാക്ക് മനസ്സിലാക്കി. പിന്നെ ഒരു കാര്യം, ഇതിപ്പോ നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി, വേറെ അറിയണ്ട. അതല്ലോ, ഇന്ന് കളി കാണണ്ടേ? കളി കാണാൻ ഒലക്കമനായില്ലേ ഒക്കെപ്പാടെ? എന്തേ ക്ലബിലെ TV എടുക്കായി. ടിവിനെ പിക്ചർ ട്യൂബ് അടിച്ചോ ഇന്നത്തെ ഇടുക്കി. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? ആർന്ന് കാണാം, നിങ്ങളെ വീട്ടിൽ നിന്ന് കാണാം. അല്ല, അത് ഞാനും ഭാര്യ കൂടി പരസ്പരം ഇരുന്ന് കാണാൻ. നിങ്ങൾ ഡെയിലി കാണുന്ന ആൾക്കാരല്ലേ, ഇനി എന്ത് പരസ്പരം കാണാനാ? പരസ്പരം സീരിയലൊക്കെ കാണണം. അല്ല, ആരാ വരുന്നത് നോക്ക്.
ഇതാണോ എന്താണെന്ന് കാൽമ ചവിട്ടി. ആര് ഞാനോ ഞാൻ കാലുമ്പോ ചവിട്ടേ അത് ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓ നൈമറിന്റെ കടുത്ത ആരാധകനാ. അടുത്തു കൂടെ പോയ അപ്പം തന്നെ വീഴും. അത് ശരി എന്റെ അഭിനയാണല്ലേ അല്ല എന്താ ഇപ്പൊ രാവിലെ തന്നെ ഫുട്ബോളും ഇതൊക്കെ ആയിട്ട് ഇവിടെ എന്താ പരിപാടി അല്ല പ്രസിഡന്റ്, നിങ്ങൾ ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടമുള്ളത്? എന്താ നേട്ടമില്ലായിക ഞാൻ എത്ര കൊല്ലായിട്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും നേട്ടമില്ലായിക എന്താ? ഒരു നേട്ടം ഈ അടുത്ത കഴിഞ്ഞ 2 മാസം മുന്നേ തന്നെ ഞാൻ ഒരു 4 GP പഞ്ചായത്തിലേക്ക് സൗജന്യമായിട്ട് എല്ലാവർക്കും വണ്ടി കൊടുക്കുന്നില്ലേ? എത്ര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പോകുന്നുണ്ട്. നിങ്ങൾ തന്നെയല്ലേ? അതാണ് നിങ്ങൾക്ക് തന്നെയല്ലേ വരുമാനം? ഞങ്ങൾക്കാ. എന്നാലും ഇപ്പൊ പഞ്ചായത്തിൽ തന്നെയല്ലേ? അതല്ലേ നിങ്ങളൊരുമാതിരി പ്രതിപക്ഷം സംസാരിക്കുന്ന മാതിരി സംസാരിക്കരുത്, മനസ്സിലായോ? പിന്നെ ആ TV ഒക്കെ ഇവിടെ ഉണ്ടാകാൻ ഇറങ്ങിട്ടോ. എവിടെ ക്ലബിലെ TV വർക്ക് ചെയ്യില്ല. അതാണ് ഇന്നലത്തെ ഇടുക്കി വിളിച്ചിട്ട് പഠിച്ച്. കുഴപ്പമില്ല, നിങ്ങളൊക്കെ വീട്ടിൽ TV അല്ല ഉണ്ടല്ലോ. പ്രസിഡന്റ്, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ പഞ്ചായത്തിൽ അറിയപ്പെടുന്ന ഒരു കോച്ചു. ഈ പഞ്ചായത്തിൽ മാത്രം നല്ല പറഞ്ഞ നിങ്ങൾ ഈ പഞ്ചായത്തിൽ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സ്ഥിതി അതെ ശരിയാ. ഞാൻ ഈ പുതിയ പുതിയ കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു സംഭവമാണല്ലോ ഫുട്ബോളിൽ. കോൺക്രീറ്റിന്റെ പണി. ഒരാള് പറയട്ടേടോ ചങ്ങായി, ഇതൊന്നും ഇരിക്കി മഞ്ഞക്കിളിയായി. എന്നിട്ട് ഇത് ഞാൻ വാർത്തെടുക്കുന്ന സമയത്ത് യുവതലമുറകൾക്ക് അതായത് ഫുട്ബോൾ കാണാൻ ഒരു അവസരം, ഒരു സ്ഥലമില്ലാന്ന്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞാൻ കുറച്ച് ആൾക്കാരും കൂട്ടി ഞങ്ങളും കൂടി വന്ന് നിങ്ങളെ വീട്ടിൽ വന്നുകൊണ്ട് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഫുട്ബോൾ കാണാൻ. എന്റെ വീട്ടിലേക്ക് ഫുട്ബോൾ കാണാൻ നടക്കൂല നടക്കൂല. അതിന് സാങ്കേതികമായിട്ടുള്ള ചില തകരാറുകളുണ്ട്. എന്താ? സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അതെന്താണ്? എന്താന്ന് വെച്ചാല് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അറിയാലോ. അതറിയാം. അതാ സാങ്കേതിക പ്രശ്നം. കല്യാണം ഞാൻ വയസ്സായ ഒരു അച്ഛനാണുള്ളത്. അച്ഛന് 2 അറ്റാക്ക് കഴിഞ്ഞ് കിടക്കുക. ഇതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. അർജന്റീനയാണോ അച്ഛനാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും മറുപടി ഇല്ല. അത്ര കടുത്ത അർജന്റീനയുടെ ആരാധകനാണ് അച്ഛനോ? ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വിഷയം എന്താണെന്നറിയോ? ഫുട്ബോൾ അല്ലേ? അർജന്റീനന്റെ കളി ഇന്നുണ്ടല്ലോ. ചിലപ്പോ ഒരു ഗോളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമല്ലോ. കഷ്ടകാലത്തിനച്ഛൻ തോറ്റ ആ വിവരറ്റ അച്ഛൻ അറിഞ്ഞാല് പിന്നെ എനിക്ക് അച്ഛനില്ലാണ്ടാവൂലേ? ആലോചിച്ച് നോക്കണം. ഡോക്ടർ പറഞ്ഞെന്താ, മനസ്സ് വിഷമിക്കുന്ന ഒരു കാര്യങ്ങൾ അച്ഛനോട് പറയാൻ പാടില്ല എന്നാ. അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ വലിയ ആർപ്പായി ബഹളായി. അതുകൊണ്ട് എന്താ പറയാ, അവിടെ കളി കാണല് ശരിയാവില്ല. അതാണ് ഈ ഒറ്റയ്ക്ക് ഇരുന്ന് കളി കാണാൻ റൺ കിട്ടൂല, അതൊരു ആരമുണ്ടാവില്ല. ശരിയാണ്. പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു വീട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞാല് അങ്ങനെ ഒച്ചയൊന്നും ഉറപ്പാണ്. മെല്ലെ ഇരിക്കും, ടിവിന്റെ മുമ്പിൽ ഇരിക്കും, അവാർഡ് സിനിമ കാണാൻ ഇങ്ങനെ കണ്ടുകൊള്ളു. അങ്ങനെ കണ്ടാൽ മതി. ഒച്ച ഉണ്ടാക്കരുത്. ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ കാര്യമാണ്. അതിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താ അറിയോ, നിങ്ങൾ വരുന്നല്ല ഈ പറഞ്ഞ മാതിരി വരിക, കളി വോളിയെ കുറച്ചിട്ടേ വെക്കൂ കേട്ടോ. ആയിക്കോട്ടെ. എന്നിട്ട് കണ്ടിട്ട് പോരാ, അതായിരിക്കുന്നല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ വരുന്ന നേരം ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ അങ്ങോട്ട് വരാം. വല്ല കായ വറുത്തതോ ചിപ്സോ അങ്ങനെ സാധനം. അല്ലെങ്കിൽ കായ വറുത്തതും ചിപ്സൊന്നും വേണ്ട, അത് ഒച്ച ഉണ്ടാവും. അതിനെക്കൊണ്ട് എന്തെങ്കിലും എന്താ പറയുക, ഇറച്ചിയോ മറ്റേ ബന്നും ഇറച്ചിയും കൂടി കടിച്ചാൽ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ. ഫുട്ബോൾ കളി കാണാൻ വരികയാണോ അല്ലെങ്കിൽ അമ്മായി സൽക്കാരത്തിന് വരികയാണോ? അല്ല, എനിക്ക് അറിയാട്ട് ചോദിക്കുകയാണ്. ഞാനൊരു സൗകര്യം ചെയ്തു തരാന്ന് പറഞ്ഞപ്പോ ഇനി ഞാൻ ബിരിയാണി ഉണ്ടാക്കി തരേണ്ടി വരും. ഇപ്പൊ അല്ല ഒച്ചയില്ലാത്ത ശരി വരണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അറിയാലോ, വളരെ ശാന്തരായിട്ട് കേട്ടോ. പിന്നെ അർജന്റീനന്റെ കളിയാണ് ഇന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞില്ല. വേറെ അച്ഛന്റെ ചാരികസേരയിൽ കിടക്കില്ല. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് വരും. കളി കാണാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സെർബിയ കൊളംബിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആരാധകനാ. അച്ഛൻ വേറൊരു കാര്യം അറിയോ? ഈ വേൾഡ് കപ്പ് പ്രഖ്യാപിച്ചപ്പോ എന്നോട് പറഞ്ഞെന്താ അറിയോ? മറഡോണേ, എനിക്കൊരു ജേഴ്സി വേണം. മറഡോണയോ? എന്റെ പേരെന്താ? അച്ഛനെന്താ വിളിക്കാറിന്നെ? മറഡോണ. ഞാനതല്ലേ പറഞ്ഞ, അച്ഛൻ അത്രയ്ക്ക് ഒരു ആരാധകനാണ്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും മനുഷ്യനാണല്ലോ, അതിന്റെ ഒരു പേടിയുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് എത്തി വരുമല്ലോ. അപ്പൊ ഇന്ന് കളി കളി 11:30 രാത്രി. ഞങ്ങൾ 10 മണിക്ക് എത്തി. ശരി, ആയിക്കോട്ടെ. മറന്നോടെ. ഓച്ചാ, അല്ല മോനെ, ഇന്ന് കളിയില്ലേ? ഇന്ന് കളിയുണ്ട്. ഇന്ന് അർജന്റീന ആണോ? അല്ല 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 അല്ലല്ലോ, ഇന്ന് ഇക്കോസ്ലോവാക്കിയും സെർബിയയും തന്നെ. അർജന്റീന കളിയാകുമ്പോ പറയണേ. തീർച്ചയായിട്ടും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ അച്ഛ അച്ഛ ഉറങ്ങിക്കോട്ടോ. ഉറങ്ങിക്കോ. ഞാൻ പറഞ്ഞു ഇന്നത്തെ കളി കണ്ടറിയണ്ടേ? പിന്നെ എന്ത് നോക്കിക്കോളി. നീ എന്ത് നോക്കാൻ? കളി കണ്ടറിഞ്ഞിട്ട് പറയടാ. കളി കാണുന്നതിന് മുന്നേ വലിയ കോച്ചാണല്ലോ, ഒന്നും അറിയില്ല. എന്നിട്ട് വലിയ കോച്ചാന്ന് പറഞ്ഞ് നടക്കുക. എന്നിട്ട്
ആ കൊറേ കാലായി പോലെ കോച്ചാ എന്ന് നടക്കണേ ഇതെന്താ ബ്രസീലിന്റെ ജേഴ്സി ഇട്ടിട്ട് അർജന്റീന ഫാനായ അച്ഛന്റെ മുമ്പിൽ അവര് ശത്രുക്കളല്ലേ? കണ്ടില്ലല്ലോ അതിർത്തിയിലേക്ക് ഭാഗ്യക്കാള് ലേസി കണ്ട ചത്തു വീരപ്പോ എന്തൊരു കഷ്ടം. ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും അവിടുന്ന് പറഞ്ഞല്ലേ. ഇതിപ്പോ നമ്മള് ഫുട്ബോൾ കാണാൻ വന്ന മലയാളത്തിലെ ഏപ്പടം കാണാൻ വന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അറിയാലോ. അതുകൊണ്ടാണ് ഇരുന്നോ. കളി എത്ര മണിക്ക്? അവിടെ അതിനുള്ളൂ ഇറച്ചിടുത്തോളി. അല്ല ആദ്യം റിമോട്ടിനുള്ളിൽ ബാറ്ററി ഇട്ടി നല്ല ബെസ്റ്റ്. കറണ്ട് പോയി. എന്താ മഴക്കാറ് കാണാൻ നിക്കല്ലേ ഒരു സൂര്യ എന്താണ് തുടങ്ങാൻ നേരത്തൊക്കെ കറണ്ട് പോകാറുണ്ടാലും. അച്ഛന്റെ പിറന്നാളാ? അല്ലാന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ എല്ലാവരും കൂടി അല്ല ഞാനിപ്പോ ഒരു ഏതായാലും കറണ്ട് വരാനായില്ലല്ലോ. ഇന്റെ ഈ പഴയ ഫുട്ബോളിനെ പറ്റി കുറച്ച് അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവെച്ചാല്. അല്ല, ഞാൻ വേറൊരു കാര്യമുണ്ട്. ഈ ഫുട്ബോളിന് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം എന്തായിരിക്കും? ഫുട്ബോളിന് തന്നെ പിന്നെ പരശുരാമൻ ഇടാ. ഫുട്ബോൾ നല്ലോണം ഇടുക. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം, ഫുഡ്. ഇത് നല്ലോണം ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാല്, ഫുഡ് വർക്ക്, അതാണ് ഫുട്ബോൾ. അങ്ങനെയാണ്. അല്ല, നിങ്ങൾ കുറെ കളികളൊക്കെ കളിച്ചല്ലേ? ഈ മഞ്ഞക്കാടുണ്ട് ഞങ്ങൾക്ക്. എനിക്ക് ബിപിഎല്ലാ. ഇത് ഓറഞ്ചാ. 2 ലിറ്റർ മണ്ണെണ്ണി കുറച്ച് സാധനം കിട്ടും. അതല്ല, ഈ കളിയിലുള്ള മഞ്ഞക്കാട്. നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും വലിയ ധാരണ ഇല്ലേ? അങ്ങനെയുണ്ട്. നിങ്ങൾ പുറത്തൊക്കെ പോയി കളിച്ച ആളല്ലേ? പുറത്ത് പോയി കളിച്ചിന്. കുറെ സ്ഥലത്ത് പോയി. കുറെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പല ഭാഗത്തും. ഞാൻ ആദ്യം ഇവിടേക്കാ പോയത്, അർജന്റീനയ്ക്ക് പോയി. എങ്ങനെ പോയി? ട്രെയിനിന്. അങ്ങനെ. അപ്പൊ മറ്റുള്ളവരൊക്കെ എങ്ങനെ വരും? ഓരൊക്കെ വിമാനത്തിലാണ്. നമ്മളെ ട്രെയിൻ, നമുക്ക് പൈസ ഇല്ലല്ലോ. നമ്മളെ ട്രെയിനിന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നേരെ അർജന്റീനയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ താമസം. റെയിൽവേ സ്റ്റേഷൻ്റെ എന്തായാലും കളി തോൽക്കുമല്ലോ ഫസ്റ്റ് കളിക്കന്നെ. അപ്പൊ തോറ്റു കഴിഞ്ഞാൽ പോകാനും സുഖമാണ്. അധികം നടക്കൊന്നും വേണ്ടല്ലോ. അല്ലാണ്ട് ഇതില്ല. അത് ശരി. അവിടെയൊക്കെ പോയാൽ എങ്ങനെ? അടിപൊളിയാ. എന്ത് ഫുഡോ? ഫുഡ് എന്ന് പറഞ്ഞാൽ ഓർക്ക് നല്ല ഫുഡാണല്ലോ. എന്താണ്? ഓർക്ക് ചിക്കൻ, മട്ടൻ, ബൊഹല്ലോ ഇതൊക്കെയാ. ഞങ്ങൾക്ക് 3 ചാക്ക അവലും കുറച്ച് പൊരിയാ കൊണ്ടുപോവുക. അവലും പൊരിയോ? ആയുധ പൂജ എങ്ങനെയാ പോണേ? നമ്മളൊക്കെ എന്താ തരണ്ടേ? കളിക്കാൻ ഷൂ തന്നെ ഇല്ല. അപ്പൊ അവര് ഫുഡ് കഴിക്കുമ്പോ നിങ്ങള് കാണൂലേ? അവര് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കഴിക്കുന്ന ഫുഡ് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഫുഡാ കഴിക്കാൻ. ഞാൻ ഞങ്ങൾ ജനലിൽ കൂടെ എന്തി നോക്കൂ. എന്തെങ്കിലും കഴിക്കണ്ട. അപ്പൊ ഒരു തിന്നണ വേണ്ടി ഉണച്ചിറക്കല. ഇത്ര ഇതുണ്ടായിട്ടൊരു കാര്യമില്ലല്ലേ? അല്ല കോച്ച്, നിങ്ങളെ തുടക്കം ലീഗിലാ? ഞാൻ കോൺഗ്രസിലേ. പിന്നെ ഞാൻ മാർക്സിസ്റ്റ് മാറി, ജനതാദൾ അതിലേക്കൊക്കെ മാറി പോയി. പാർട്ടി എല്ലാം ചോദിച്ചു. നിങ്ങൾ ആ ലീഗിന്റെ അടിസ്ഥാനത്തിലാണോ ഫുട്ബോൾ കളിക്കൂലേ? ലീഗില് അതിപ്പോ ഞാനില്ല. ഇപ്പൊ കംപ്ലീറ്റ് കുഞ്ഞാലിക്കുട്ടി കൊടുത്തു. ഇപ്പൊ ഞാനത് മാറി. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നേരത്തെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ഫിറ്റ്നസ് ഒക്കെ ഭയങ്കര അല്ലേ? വിദേശ രാജ്യങ്ങൾ അങ്ങനെയാണ്. കാളക്കുട്ടന്മാരെ മാതിരിയാ. ഓരോ കാല് കണ്ടിക്കണം അങ്ങനെ. മറ്റേ ഈ ചമ്പൽക്കാടിലെ മരമായിരുന്നു അണ്ണ. ശരിയാ. കാലും ട്രൗസറും ഫിറ്റാ. അങ്ങനെ ഫിറ്റായി കിടക്കും. അങ്ങനെ കിടക്കും. ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കാലും ട്രൗസറും തമ്മിൽ കട്ടിക്കണം. ഇങ്ങനെ ഗോതമ്പ് പൊടിക്കുന്ന മില്ലിലെ സഞ്ചി കിടന്ന ആടുന്നായിരിക്കും. കാലും ട്രൗസറും ഇങ്ങനെ കിടന്ന ആടുക. ഒരു ബന്ധമില്ല. കാല് കാണാണ്ടായാൽ ട്രൗസറിന് കത്തയക്കല. കണ്ടിട്ട് കുറെ കാലായിട്ടോ. അല്ല ശരിയാട്ടോ. നമുക്ക് ടി വി കാണുമ്പോ വേറൊരു കാര്യം വെച്ചാലേ, നിങ്ങൾ കളിക്കാൻ ഇറങ്ങുമല്ലോ, ഫൗളൊക്കെ കുടിക്കുമോ? ഫൗളോ? ആരോട്? ഓരോടോ? നല്ല കളി. ആ നീഗ്രോസിനോട് ഫൗൾ വെക്കാനാ അന്ന് കൂട്ടമരനാ. ഓരോടൊന്നും ഫൗൾ വെച്ചാൽ നിൽക്കുമല്ലോ. ഞങ്ങള് റെസ്റ്റ് ഉണ്ടാവൂലേ? ഈ റെസ്റ്റ് സമയത്ത് ഗ്രീൻ റൂമിലേക്ക് പോവല്ലോ. അപ്പൊ ഒളിച്ചെന്ന് കല്ലെറിഞ്ഞാൽ ഞാൻ അല്ലാണ്ട് ഓരോ നേരിട്ട് വിട്ടാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഒരു കളിക്കിറങ്ങുമ്പോ നമ്മളിപ്പോ കളി കാണുമ്പോ തന്നെ വേൾഡ് കപ്പ് ഒക്കെ കാണുമ്പോ അറിയാലോ, ഓരോ രാജ്യങ്ങളും ഭയങ്കര തന്ത്രം മെനഞ്ഞിട്ടാണല്ലോ കളിക്കാൻ വരിക കോച്ചെ. അതായത് ഫസ്റ്റ് ഇപ്പൊ ഗോൾ കീപ്പർ, അവിടെ 2 ബാക്ക്, ഫോർവേഡ്, സ്ട്രൈക്കർ, ഇങ്ങനെ നമ്മളൊക്കെ ഒരു പൊസിഷനിങ് എങ്ങനെയാ? നിങ്ങളൊക്കെ എങ്ങനെയാ? ഞങ്ങള് ഇവിടുന്ന് തീരുമാനിക്കൊന്നുമില്ല. ഞങ്ങൾ അവിടെ ചെന്നിട്ട് തീരുമാനിക്കലല്ലേ. എങ്ങനെ? ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ നിൽക്കും. ഞാൻ എല്ലാവരും വിളിക്കും. അങ്ങനെ നിൽക്കും. ഞങ്ങൾ ടീമൊക്കെ കൂടി ഞങ്ങൾ എന്നിട്ട് എന്താ പറയാ, അടു സുഡു മുന്തിരിങ്ങ നരി നരി ചുറ്റി വാ, അടു സുഡു മുന്തിരിങ്ങ
ഈ ഫോർവേഡ് ആ സഡു സുഡു 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 സഡു സുഡു ഈ ഗോളി സഡൂസുഡു. ഈ ഗോളി സിലീസ് അല്ല അങ്ങനെ ഞാൻ ഗോളിക്കളുണ്ടല്ലോ അങ്ങനെ തീരുമാനമൊന്നുമില്ല അത് ശരി തോന്നിയ മാതിരിയാണ് ആ അതങ്ങനെ തന്നെയാ അല്ല വേറെ ഒരൊറ്റ ഇത് കൂടിയാണ് നിങ്ങൾ എന്നാ വിരമിച്ച് ഞാൻ 1974 74 അല്ലേ അന്നല്ലേ നിങ്ങളാ മറ്റേത് ചെയ്ത് മറ്റേതോ സെൽഫ് ഗോൾ സെൽഫ് ഗോള് അറിഞ്ഞില്ലേ ഞങ്ങളൊക്കെ അറിയല്ലോ അത് സെൽഫ് ഗോള് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഥ അറിയണം സംഗതി എന്താണ്? എന്താണ് അതായത് ഞാനും ഞങ്ങൾക്ക് ടീം ആരായിരുന്നു അതൊരു സൗഹൃദ മത്സരാണ് ബ്രസീലാ ടീം ബ്രസീൽ ഇന്ത്യ ബ്രസീലും ഇന്ത്യയും ബ്രസീലും സൗഹൃദ മത്സരാണ് 12 ഗോള് തുരുതുരെ കൊടുത്ത് ഇമ്പക്ക് കിട്ടി ഒരു കിട്ടും അമ്പ കിട്ടി ഒന്നും ഉറങ്ങാവുന്ന ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ലല്ലോ പട്ട ഗോള് വരിക റെസ്റ്റ് വേണ്ടേ പോസ്റ്റിലേക്ക് അല്ലാണ്ട് ഓരോ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ പറ്റും ബ്രസീലിന്റെ പോസ്റ്റിലേക്ക് ഇന്ത്യ ഗോൾ അടിക്കല അവസാനം എനിക്ക് തോന്നി കളി തീരാൻ ഏകദേശം 90 മിനിറ്റ് ആയി 1 മിനിറ്റ് കൂടി ഉണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ എന്താ ചെയ്ത് ഇന്റെ പെനാൽറ്റി ബോക്സിന്റെ മുമ്പിൽ തന്നെ പെനാൽറ്റി ബോക്സ് അല്ല പോസ്റ്റ് പെനാൽറ്റി ബോക്സും ഉണ്ടാവും ബോക്സിന്റെ മുമ്പിൽ ഇന്റെ ഇവിടെ ഗോള് ഞാൻ നേരെ ഒറ്റയടി ഇമ്പളെ ബോക്സിലേക്ക് തന്നെ ഗോൾ ഞാൻ പറഞ്ഞത് എന്താണ് പത്രസമ്മേളനത്തിന് അവസാന കളി ഞാൻ ഒരു ഗോൾ അടിച്ചിട്ട് വിരമിക്കുന്നു പോസ്റ്റ് പറഞ്ഞില്ല അല്ല വേറെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ സെൽഫ് ഗോൾ അടിച്ചതിന്റെ പേരിലാണ് എസ്കോബാർ എന്ന് പറഞ്ഞ കളിക്കാരനെ വെടിവെച്ച് കൊന്നത് അത് വ്യത്യാസമുണ്ട് എസ്കോബാർ എന്ന് പറഞ്ഞ കളിക്കാരൻ അറിയാണ്ട് അടിച്ചതാ ഞാൻ അറിഞ്ഞുകൊണ്ട് അടിച്ചതാ കറണ്ട് അർജന്റീനയുടെ വിവശതകളിലേക്ക് ലൂക്ക മോഡ്രിച്ചിന്റെ ഒരു ക്രൊയേഷ്യൻ മിസൈൽ വന്നുകൊണ്ടിരിക്കുന്നു. അർജന്റീന 0 ക്രൊയേഷ്യ 2. ലയണൽ മെസ്സി ശിരസ്സുകൾ കുനിയുന്നു. 2 ഗോളിന് മുന്നിൽ ക്രൊയേഷ്യ. What a goal from Luka Modric, the Real Madrid man, the Real Madrid. കളി കഴിഞ്ഞ് അച്ഛൻ വിചാരിച്ച കളിയല്ല എന്തൊരു കഷ്ടമാണ് വല്ലാത്ത തോൽവിയായി പോലും അത് എങ്ങനെ തോൽക്കും ഞാൻ വിചാരിച്ചു ഒരു കാര്യണ്ട് നിങ്ങളിപ്പം പോകരുത് പറയണ്ടേ മരിച്ചോ പറയണ്ടേ നിങ്ങളിപ്പോ ഇവിടെ നിന്ന് പോവും നാളെ അച്ഛനെ കാണാൻ അച്ഛൻ്റെ പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും വരുമ്പം പറയും അർജന്റീന തോറ്റു എന്ന് പറയും. കേട്ട് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരൊക്കെ വിവരം അറിയിക്കണ്ടേ? അപ്പൊ നിങ്ങൾ ഇവിടെ വേണ്ടേ? ഇങ്ങനൊരു കാര്യം ചെയ്യും. അല്ല നിങ്ങളൊരു കാര്യം ചെയ്യും, അച്ഛനോട് പറഞ്ഞോ അതിനെക്കാട്ടും മുമ്പ് ഒരു മാവ് മുറിച്ചാള്. എവിടുന്ന്? അല്ല അത് നല്ലതല്ലേ? ചേരും ചേട്ട ഞാൻ കൊണ്ടുവരാം. എന്തിന്? അല്ല ഏതായാലും നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്. ഒരു മോൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പോയിട്ട് ഒരിക്കലും പറയില്ല. ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഈ ജന്മം എനിക്കൊരു എന്ത് കിട്ടൂല, മോക്ഷം കിട്ടൂല. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് പോയി പറയണം. പോയി പറഞ്ഞാലേ ഞാൻ കുറച്ച് ഒരു അപകടം ഇല്ലാത്ത രീതിയിൽ ഒന്ന് എങ്ങനെയെങ്കിലും. അപകടം എന്ന് പറഞ്ഞാൽ ഞാൻ കത്തിയോണ്ട് കുത്താൻ പോവാ അച്ഛനെ. അല്ല അച്ഛൻ ഇപ്പൊ ഡോക്ടർ പറഞ്ഞാണല്ലോ ചെറുങ്ങനെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ തന്നെ അതാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും അനുഭവമൊക്കെ ഉള്ള ഒരാളല്ലേ, ഞാൻ ഒരു മയത്തിലാക്കാൻ ഒന്ന് അടങ്ങിക്ക് നോക്കട്ടെ കൊച്ചേ. അച്ഛനാണ് എന്നും അന്ന ഇതാക്കല്ലോ. എനിക്ക് പെനാൽറ്റി അടിക്കാൻ എത്ര ടെൻഷനില്ലേ. അല്ല അഥവാ അങ്ങനെ ആക്കുകയാണെങ്കിൽ സഞ്ജയനെ 5-നാക്കിക്കൂടെ? ഇപ്പൊ അത് ചിന്തിക്കേണ്ട സമയമല്ലല്ലോ. ഇപ്പൊ അത് ചിന്തിക്കേണ്ട സമയമല്ലല്ലോ. അത് നല്ല സോഫ്റ്റിൽ പറയില്ല, എങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ പറയണ്ട, ഇങ്ങനെ തന്നെ നിന്നിട്ട് നല്ല പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ മേലോട്ട് നോക്കണ്ട, ഞാൻ നോക്കാം. അപ്പൊടിച്ചാ കളിയേ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല. എന്താ കളി? എന്തായി? ഇന്ന് ബ്രസീലും അല്ല അർജന്റീനയും ക്രൊയേഷ്യയും കളി. എന്തായി എന്നിട്ട്? ക്രൊയേഷ്യ അർജന്റീന കളി. ആര് ജയിച്ചു മോനെ? അർജന്റീന അല്ലേ? അർജന്റീന ജയിച്ചോ? അർജന്റീന ഓട്ടി പാളിസായി ഒലക്കമ്മലായി കൂടി അണ്ടിക്കഞ്ഞായി. ഞാൻ 3 ഗോളിന് തോറ്റ്.
വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കോട്ടെ, കൊട്ടയം വെച്ചിക്കാണ്ട് മീൻ വിൽക്കാൻ പോയിക്കോട്ടെ അർജന്റീന. ഏതാ നല്ലത്? അതുപോലെ ഇങ്ങോട്ട് പോയി. ഞാൻ നല്ല മയത്തിലാണല്ലോ പറഞ്ഞു. മോനെ അല്ല ഇങ്ങോട്ട് വാ. അച്ഛനൊരു കാര്യം പറയാണ്ട് മോനെ. ഓ ഇലിസാ, എന്നാ പിടിച്ചോ. ആ കോച്ച് പോയോ? ഇല്ല എന്താ പറഞ്ഞേ? മാവ് മുറിച്ചോളാനല്ലേ? എന്നെ ദയിപ്പിക്കാനാ? 135 കോടി ജനങ്ങളുള്ള നമ്മള് ഒരു ടീം സെറ്റാക്കാണ്ട് വേൾഡ് കപ്പിന് കണ്ട നാട്ടുകാർ മുഴുവൻ കളിക്കുന്നതിൻ്റെ ഫ്ലെക്സും വെച്ചിട്ട് ടി വിൻ്റെ മുന്നിൽ വന്ന് അർജന്റീന ബ്രസീൽ എന്ന് പറഞ്ഞ് തല്ലു കൂടാണ്ട് ഏത് രാജ്യം ജയിച്ചാലും അവരങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുക നമ്മളങ്ങോട്ട്. നിന്റെ രാജ്യം തോറ്റെന്ന് വിചാരിച്ച് ഞാൻ അതിലൊരു സങ്കടപ്പെടുന്നില്ല. കണ്ട രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെ ഞാനും അങ്ങോട്ട് കാലു മാറാൻ പോവാ. ഞാൻ ഇനി മുതൽ അർജന്റീന അല്ല മോനെ, ക്രൊയേഷ്യ ആണ്. ക്രൊയേഷ്യ.